ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ഒരിക്കൽ സനകാദി മഹർഷിമാർ ഭഗവാനെ കാണുന്നതിനായി വൈകുണ്ഠത്തിലെത്തി. എന്നും 5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന രൂപത്തിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത്. വൈകുണ്ഠത്തിൻ്റെ 6 ഗോപുരവാതിലും കടന്ന് 7ാമത്തെ ഗോപുരവാതിലെത്തിയപ്പോൾ അവിടുത്തെ കാവൽക്കാരായ ജയവിജയന്മാർ ഇവരെ തടസ്സപ്പെടുത്തുകയാണ്. അതായത് അകത്തേക്ക് കടത്തി വിടുന്നില്ല. കാരണം ചെറിയ കുട്ടികളുടെ രൂപത്തിലാണല്ലോ ഇവർ വന്നിട്ടുള്ളത്. ഇതിൽ കോപിഷ്ഠരായ സനകാദികൾ ജയവിജയന്മാരെ ശപിക്കുന്നു. നിങ്ങൾക്ക് ഭഗവാന്റെ സാന്നിധ്യത്തിൽ കഴിയാൻ യാതൊരു അർഹതയുമില്ല. അതുകൊണ്ട് ഭൂമിയിൽ പോയി മനുഷ്യരായി ജനിക്കുക എന്നാണ് ശപിച്ചത്. ഈ ബഹളം കേട്ട് ഭഗവാൻ ഓടി വരികയാണ്. തൻ്റെ ഭക്തന്മാരായ മഹർഷിമാരോട് ഭഗവാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോഴേക്കും തെറ്റ് മനസ്സിലാക്കിയ ജയവിജയന്മാർ ഭഗവാന്റെ പാദത്തിൽ വീണ് ശാപമോക്ഷത്തിനായി അപേക്ഷിക്കുകയാണ്. മഹർഷിമാരുടെ ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഭഗവാൻ അവർക്ക് 2 നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒന്നുകിൽ 7 ജന്മം ഭഗവാന്റെ ഭക്തന്മാരായി ഭൂമിയിൽ കഴിയുക, അല്ലെങ്കിൽ 3 ജന്മം ഭഗവാന്റെ ശത്രുക്കളായി ഭൂമിയിൽ കഴിയുക എന്ന്. അപ്പോൾ ഭഗവാനെ അധികകാലം പിരിഞ്ഞിരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഈ ജയവിജയന്മാർ 3 ജന്മം ഭഗവാന്റെ ശത്രുക്കളായി ജനിക്കാം എന്ന് സമ്മതിക്കുന്നു. അതായത് ഭഗവാന്റെ ശത്രുക്കളായാൽ ഭഗവാൻ എന്തായാലും അവരെ നിഗ്രഹിക്കുകയും അവർക്ക് മോക്ഷം കൊടുക്കുകയും ചെയ്യുമെന്നും ജയവിജയന്മാർക്ക് അറിയാമായിരുന്നു. അങ്ങനെ കൃതയുഗത്തിൽ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ, ത്രേതായുഗത്തിൽ രാവണൻ കുംഭകർണൻ, ദ്വാപരയുഗത്തിൽ ശിശുപാലൻ ദന്തവക്രൻ എന്നിങ്ങനെ ജനിക്കുകയാണിവർ. നോക്കൂ, ഭഗവാന്റെ ഭക്തന്മാരായ ജയവിജയന്മാർ 3 ജന്മം എടുത്തപ്പോൾ അവരെ രക്ഷിക്കുന്നതിനായി, അവർക്ക് മോക്ഷം കൊടുക്കുന്നതിനായി ഭഗവാൻ 4 ജന്മം എടുക്കുകയാണ് ചെയ്തത്. ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും വധിക്കുന്നതിനായിട്ട് ഭഗവാൻ 2 ജന്മമാണ് എടുത്തത്. 2 അവതാരങ്ങൾ എടുക്കുകയാണ്. ഒന്ന് വരാഹ അവതാരവും പിന്നെ നരസിംഹാവതാരവും. അതാണ് ഭഗവാന് ഭക്തന്മാരോടുള്ള കരുണ. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.